ഗ്യാസസിനെ പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഡായി ഉപയോഗിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്കറിയാം. LPG, ലിക്വിഡ് അമോണിയ, റോക്കറ്റ് ഫ്യൂവലായി യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഹൈഡ്രജൻ, അതുപോലെ ലിക്വിഡ് ഓക്സിജൻ തുടങ്ങിയവ. ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്തും ടെമ്പറേച്ചർ ലോവർ ചെയ്തുമാണ് ഗ്യാസസിനെ ലിക്വിഫൈ ചെയ്യുന്നത്. ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യപ്പെടുകയില്ല. ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്താൽ ആ ഗ്യാസ് കംപ്രസ് ചെയ്യപ്പെടുക മാത്രമേ ഉള്ളൂ. പ്രഷർ പോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. അതിനാൽ ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്തും ടെമ്പറേച്ചർ ലോവർ ചെയ്തുമാണ് ഗ്യാസസിനെ ലിക്വിഫൈ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ പ്രഷർ അപ്ലൈ ചെയ്ത് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നത് ഡീറ്റെയിലായി സ്റ്റഡി നടത്തിയത് തോമസ് ആൻഡ്രൂസ് എന്ന സയൻറ്റിസ്റ്റാണ്. കാർബൺ ഡയോക്സൈഡിനെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ ലിക്വിഫൈ ചെയ്യാനായി അദ്ദേഹം ട്രൈ ചെയ്തു. അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാനായി സാധിച്ചു, കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ 30.98 ഡിഗ്രി സെൽഷ്യസിലും താണ ടെമ്പറേച്ചറിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് 31 ഡിഗ്രി സെൽഷ്യസിലും ഉയർന്ന ടെമ്പറേച്ചറിൽ കാർബൺ ഡയോക്സൈഡിനെ എത്ര ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്താലും അത് ലിക്വിഡായി മാറുന്നില്ല എന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഇങ്ങനെ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും താണ ടെമ്പറേച്ചറിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് എ ഗ്യാസ് cannot be liquefied by applying pressure. That temperature is called critical temperature. കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 30.98 ഡിഗ്രി സെൽഷ്യസ് അഥവാ 31 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗ്യാസസിൻ്റെ ലിക്വിഫാഷനെ കുറിച്ച് ഡീറ്റെയിലായി സ്റ്റഡി നടത്തിയത് തോമസ് ആൻഡ്രൂസ് എന്ന സയൻറ്റിസ്റ്റാണ്. കാർബൺ ഡയോക്സൈഡിൻ്റെ ലിക്വിഫാക്ഷനാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു 30.98 ഡിഗ്രി സെൽഷ്യസിലും താണ ടെമ്പറേച്ചറിൽ മാത്രമേ കാർബൺ ഡയോക്സൈഡിനെ ലിക്വിഫൈ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും കാർബൺ ഡയോക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC എന്നാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ടെമ്പറേച്ചർ എബവ് വിച്ച് എ ഗ്യാസ് cannot be liquefied by applying pressure is called critical temperature. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനായി എന്തുമാത്രം പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത് അതിനെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നു. ദ പ്രഷർ required to liquefy a gas at its critical temperature is called critical pressure. ക്രിട്ടിക്കൽ പ്രഷർ PC എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയം എത്രയാണോ അതിനെ ക്രിട്ടിക്കൽ വോളിയം എന്നാണ് പറയുന്നത്. VC. ഈ 3 ഫാക്ടേഴ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വോളിയം അത് അറിയപ്പെടുന്നത് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് എന്നാണ്. തോമസ് ആൻഡ്രൂസ് പല ടെമ്പറേച്ചറിലും ഗ്യാസിനെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ അദ്ദേഹം ഐസോത്തേം വരച്ചു, പ്രഷർ വേഴ്സസ് വോളിയം ഗ്രാഫ്. അപ്പോൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു 30.98 ഡിഗ്രി സെൽഷ്യസിലാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതിലും ഉയർന്ന ടെമ്പറേച്ചറിൽ അത് ഗ്യാസിൻ്റെ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ സാധിക്കുന്നത് ആ ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമായ പ്രഷറാണ് ക്രിട്ടിക്കൽ പ്രഷർ.
ആ ക്രിട്ടിക്കൽ പ്രഷറിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ഒരു മോൾ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയത്തെയാണ് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഏത് ഗ്യാസിനാണോ വളരെ ഉയർന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ളത് അത്രയും ഉയർന്ന താപനിലയിലും ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് അർത്ഥം. വാട്ടർ വേപ്പറിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്, അതായത് വളരെ ഉയർന്ന താപനിലയിലും പ്രഷർ അപ്ലൈ ചെയ്ത് വാട്ടർ വേപ്പറിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ ലോവറാണ്. ഫോർ എക്സാമ്പിൾ ഹീലിയത്തിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഏകദേശം 5 കെൽവിനാണ്. അത്രയും താണ ടെമ്പറേച്ചറിൽ മാത്രമേ ഹീലിയം ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഉയർന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ് ആയിരിക്കും. അവിടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അതേസമയം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലോവർ ആണ് എങ്കിൽ അത് ഈസിലി ലിക്വിഫയബിൾ അല്ല, അവിടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് വളരെ വീക്കായിരിക്കും. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 304 കെൽവിനാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 304 കെൽവിനാണ്. അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 405.5 കെൽവിനാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലോവർ ആണ്, അതേസമയം അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഹയർ ആണ്. ഏതിനാണോ ഉയർന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ളത് അതായിരിക്കും ഈസിലി ലിക്വിഫയബിൾ ഗ്യാസ്. അതായത് ഉയർന്ന ടെമ്പറേച്ചറിൽ നിന്നും നമ്മൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരികയാണ് എന്ന് കരുതുക. 405.5 കെൽവിനിൽ ഉയർന്ന പ്രഷർ അപ്ലൈ ചെയ്ത് അമോണിയെ ലിക്വിഫൈ ചെയ്യാനേ സാധിക്കും. വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്ന് 304 കെൽവിനിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അമോണിയയ്ക്ക് ഉയർന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും അമോണിയയിൽ സ്ട്രോങ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ഉണ്ട്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ലോവർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിലെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് അമോണിയ അപേക്ഷിച്ച് ലോവർ ആയിരിക്കും. ഇതേപോലത്തെ പ്രോബ്ലം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഗേഷ്യസ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ലിക്വിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് വളരെ ക്ലോസർ ആയിരിക്കും. അതുകൊണ്ട് അട്രാക്റ്റീവ് ഫോഴ്സും വളരെ സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായ പ്രോപ്പർട്ടീസാണ് ലിക്വിഡ് സ്റ്റേറ്റിന് ഉള്ളത്. ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഓപ്പൺ വെസലിൽ അല്പം ലിക്വിഡ് എടുക്കുന്നെന്ന് നമ്മൾ കരുതുക. അവിടെ എനർജി കൂടിയ ലിക്വിഡ് മോളിക്യൂൾസ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതതിൻ്റെ വേപ്പറായി കൺവേർട്ട് ചെയ്യും. വളരെ ലോവർ ടെമ്പറേച്ചറിലും ഈ പ്രോസസ്സ് നടക്കും. ഇതിനെ നമ്മൾ ഇവാപ്പൊറേഷൻ എന്നാണ് പറയുന്നത്. ആ ലിക്വിഡ് എടുക്കുന്നത് ഒരു ക്ലോസ്ഡ് വെസലിൽ ആണ് എന്ന് കരുതുക. ക്ലോസ്ഡ് വെസൽ ആണ് എങ്കിൽ അവിടെ വേപ്പറൈസ് ചെയ്യുന്ന ആ വേപ്പേഴ്സിന് അല്ലെങ്കിൽ ആ ലിക്വിഡിൻ്റെ ഗ്യാസസിന് പുറത്തേക്ക് പോകാനായി സാധിക്കില്ല. ആ വേപ്പേഴ്സ് ആ ലിക്വിഡിൻ്റെ സർഫസിൽ അല്പം പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ടൈം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ലിക്വിഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ക്ലോസ്ഡ് വെസൽ ആയതുകൊണ്ട് ആ വെസലിൻ്റെ സർഫസിൽ ആ വേപ്പേഴ്സ് തട്ടി കണ്ടൻസേഷന് വിധേയമാകും. അങ്ങനെ കണ്ടൻസേഷന് വിധേയമാകുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. കുറേ സമയം കഴിയുമ്പോൾ ലിക്വിഡ് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതുപോലെ ആ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് കണ്ടൻസ് ചെയ്യുന്നതും ഒരേ സ്പീഡിൽ നടക്കുന്നു എന്ന് പരിഗണിക്കുക. നമുക്ക് പറയാൻ പറ്റും ആ പ്രോസസ്സ് ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തി. അങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്തിയതിന് ശേഷം ആ ലിക്വിഡിൻ്റെ വേപ്പേഴ്സ് അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്.
ഈ വെസൽ തുറന്ന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഹീറ്റ് ചെയ്താൽ കൂടുതൽ ലിക്വിഡ് മോളിക്യൂൾസിന് എനർജി ഇൻക്രീസ് ചെയ്യും. സോ മോർ മോളിക്യൂൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ്. അവിടെ ഗേഷ്യസ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുന്തോറും അത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ കൂടുന്നു. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താൽ മോർ മോളിക്യൂൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ സ്റ്റേറ്റ് ആൻഡ് ദ വേപ്പർ പ്രഷർ നിയർലി അപ്രോച്ചസ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെ സ്ട്രോങ് ആയി ഹീറ്റ് ചെയ്താൽ അവിടെ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകാൻ തുടങ്ങും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമായാൽ ആ ലിക്വിഡ്സ് വളരെ ഈസിയായി വേപ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ബോയിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്ന ആ അവസ്ഥ, അതിനെ നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. തിളനില എന്ന് മലയാളത്തിൽ പറയുന്നു. സ്റ്റാൻഡേർഡ് പ്രഷറിൽ, അതായത് 1 ബാർ പ്രഷറിൽ ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എത്രയാണോ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് സീ ലെവലിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ബാർ ആണ്. അങ്ങനെ 1 ബാർ പ്രഷറിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹയർ ആണ് എങ്കിൽ അവിടെ നമ്മൾ സ്ട്രോങ് ആയി ഹീറ്റ് ചെയ്യണം. അതായത് ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഉദാഹരണമായി ഒരു പ്രഷർ കുക്കറിൽ അവിടെ പ്രഷർ കൂട്ടുന്നതിനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് 100 ഡിഗ്രി സെൽഷ്യസിലും എബവ് ആയിരിക്കും. എന്നാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ആണ് എങ്കിൽ, അതായത് എക്സ്റ്റേണൽ പ്രഷർ ലോവർ ആണ് എങ്കിൽ ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കുറയുന്നു. ഉദാഹരണമായി ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിൽ സീ ലെവലിനെ അപേക്ഷിച്ച് എയറിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ആയിരിക്കും. അതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലും താണ ടെമ്പറേച്ചറിലായിരിക്കും. അതിനാൽ ഹിൽ സ്റ്റേഷൻസിൽ പ്രഷർ കുക്കറിലാണ് നമുക്ക് പാചകം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഉയർന്ന പ്രദേശങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോവർ ആണ്. അതുകൊണ്ട് വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലും ലോവർ ആയിരിക്കും. അതുകൊണ്ട് ഫുഡ് ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹിൽ സ്റ്റേഷൻസിൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്. ഇത് വേറൊരു സന്ദർഭത്തിലും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹോസ്പിറ്റൽസിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാനായി ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്. സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടാണ് ഓട്ടോക്ലേവ്സ് യൂസ് ചെയ്യുന്നത്. ആ ഓട്ടോക്ലേവ്സിൻ്റെ ലിഡിൽ വളരെ ഉയർന്ന ഒരു വെയിറ്റ് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ആ വാട്ടർ വേപ്പർ പുറത്തേക്ക് പോകുന്നത് തടയാൻ സാധിക്കും. അങ്ങനെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ പൂർണ്ണമായി അല്ലെങ്കിൽ ഈസിയായി സ്റ്റെറിലൈസ് ചെയ്യാനായും സാധിക്കും. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്തതിന് ശേഷം ഒരു ബ്ലേഡ് കെയർഫുള്ളായി അതിൻ്റെ സർഫസിൽ വെക്കുകയാണെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായി നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ആ വാട്ടറിൽ സോപ്പ് നന്നായി ഡിസോൾവ് ചെയ്തതിന് ശേഷമാണ് ബ്ലേഡ് വെക്കുന്നതെങ്കിൽ അത് ഉറപ്പായും മുങ്ങിപ്പോകും. നമുക്ക് കാണാൻ പറ്റും, ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്താൽ അതിൻ്റെ ആ ലിക്വിഡിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ചഡ് ഫിലിം പോലാണ് പെരുമാറുന്നത്. അങ്ങനെ വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ചഡ് ഫിലിം പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ബ്ലേഡിന് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നത്. എന്നാൽ സോപ്പ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ചഡ് ഫിലിം പോലെ ബിഹേവ് ചെയ്യുന്നില്ല. അതിനാൽ ബ്ലേഡ് അവിടെ സിങ്ക് ചെയ്യുന്നു. നമുക്ക് ഒരു ലിക്വിഡിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാം.
ലിക്വിഡിൻ്റെ ബൾക്കിലുള്ള ഒരു മോളിക്യൂൾ, അതായത് ഉൾഭാഗത്തുള്ള ഒരു മോളിക്യൂൾ എല്ലാ വശങ്ങളിലേക്കും ഈക്വലായാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ സർഫസിലുള്ള ഒരു മോളിക്യൂൾ പരിഗണിക്കുക. സർഫസിലുള്ള മോളിക്യൂൾ സൈഡിലേക്കും അതുപോലെ ഡൗൺവേർഡായും മാത്രമാണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് ഫിലിം അഥവാ വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പെരുമാറുന്നത്. അതിന് കാരണമായ ആ ഫോഴ്സിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിൻ്റെ ബൾക്കിലുള്ള മോളിക്യൂൾ എല്ലാ വശങ്ങളിലേക്കും ഈക്വലായി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ സർഫസിലുള്ള മോളിക്യൂൾ സൈഡിലേക്കും ഡൗൺവേർഡായി മാത്രമേ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. നമ്മൾ ലോവർ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്. പ്രതലബലം. വാട്ടറിന് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ബ്ലേഡിന് വാട്ടറിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ചെറു പ്രാണികൾക്ക് വെള്ളത്തിൻ്റെ സർഫസിൽ പൊങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ഈസിയായി മൂവ് ചെയ്യാൻ സാധിക്കും. വാട്ടറിന് സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ചെറു പ്രാണികൾക്ക് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കാനായി സാധിക്കുന്നത്. സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ട് ഒരു ലിക്വിഡ് എല്ലായ്പ്പോഴും അതിൻ്റെ സർഫസ് ഏരിയ ലോവർ ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഒരു പ്രത്യേക വോളിയത്തിൽ എപ്പോഴും സ്പെറിക്കൽ ഷേപ്പ് എടുത്താലാണ് സർഫസ് ഏരിയ ഏറ്റവും ലോവർ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സ് എല്ലായ്പ്പോഴും സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, മെർക്കുറി ഡ്രോപ്സ് അത് എക്സാക്റ്റ് സ്പെറിക്കൽ ഷേപ്പാണ്. നമുക്ക് പരിചിതമായ ലിക്വിഡ്സിൽ സർഫസ് ടെൻഷൻ ഏറ്റവും കൂടിയ ലിക്വിഡ്സിൽ ഒന്നാണ് മെർക്കുറി. അവിടെ സർഫസ് ടെൻഷൻ ഹൈ ആയതുകൊണ്ട് അത് സർഫസ് ഏരിയ കുറയ്ക്കാൻ സഹായിക്കുന്ന സ്പെറിക്കൽ ഷേപ്പ് എടുക്കുന്നു. എക്സാമിന് ചോദ്യം വരാറുണ്ട്, വൈ ലിക്വിഡ് ഡ്രോപ്സ് ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ liquid drops try to lower its surface area to the minimum. If they take spherical shape, the surface area is the minimum. Therefore, the liquid drops take spherical shape. സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലേഡ് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നു. അതിന് കാരണം വാട്ടറിൻ്റെ സർഫസ് ടെൻഷനാണ്. എന്നാൽ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ സോപ്പ് മോളിക്യൂൾ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നു. സോപ്പിൻ്റെ ക്ലെൻസിങ് ആക്ഷൻ അല്ലെങ്കിൽ സോപ്പ് അഴുക്ക് കളയാനെ സഹായിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടാണ്. അഴുക്ക് പുരണ്ട ഒരു തുണി പ്യുവർ വാട്ടറിൽ മുക്കുകയാണ് എങ്കിൽ ആ തുണി പൂർണ്ണമായും നനയ്ക്കപ്പെടുന്നില്ല. എന്നാൽ സോപ്പ് വെള്ളത്തിലാണ് അത് മുക്കുന്നത് എങ്കിൽ അവിടെ സർഫസ് ടെൻഷൻ ലോവർ ചെയ്യുന്നു. അതുകൊണ്ട് ആ തുണിയെ പൂർണ്ണമായി നനയ്ക്കാനും അങ്ങനെ ആ നൂലിഴകളുടെ ഇടയിലുള്ള അഴുക്ക് പോലും റിമൂവ് ചെയ്യാനും ഈസിയായി സാധിക്കുന്നു. വെള്ളത്തിൻ്റെ അടിയിലുള്ള സോയിൽ ഗ്രെയിൻസ് അത് സെപ്പറേറ്റ് ചെയ്തായിരിക്കും കിടക്കുന്നത്. വെള്ളത്തിൻ്റെ അടിയിലുള്ള മണൽ നമുക്ക് ഈസിയായി കൈകൊണ്ടോ മറ്റോ ഇളക്കാൻ സാധിക്കും. എന്നാൽ ആ സോയിൽ ഗ്രെയിൻ വെള്ളത്തിന് മുകളിലേക്ക് നമ്മൾ എടുക്കുന്നുവെന്ന് കരുതുക. അവിടെ എ തിൻ ഫിലിം ഓഫ് വാട്ടർ ആ മണൽ തരികൾക്കിടയ്ക്ക് ഉണ്ടായിരിക്കും. പിന്നീട് നമുക്കത് ഇളക്കാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കില്ല. അവിടെയുള്ള ആ വാട്ടർ ഫിലിം ആ മണൽ തരികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ആപ്ലിക്കേഷനാണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഗ്ലാസിന് കൂർത്ത എഡ്ജാണ് ഉള്ളത് എന്ന് കരുതുക. ഷാർപ്പ് എഡ്ജാണ് ഗ്ലാസ്സിന് ഉള്ളത് എങ്കിൽ ആ ഷാർപ്പ് എഡ്ജുള്ള ഭാഗം നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുന്നു. ഫ്ലെയിമിൽ കുറേ നേരം കാണിച്ചാൽ ആ ഗ്ലാസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് സർഫസ് ഏരിയ കുറയ്ക്കാൻ സഹായിക്കുന്ന സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും.
അങ്ങനെ നമുക്ക് ആ ഷാർപ്നെസ് ഒഴിവാക്കാൻ സാധിക്കും. ആ പ്രോസസ്സിനെയാണ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇത് സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഫിനോമിനനാണ്. നമ്മൾ ഹീറ്റ് ചെയ്താൽ സർഫസ് ടെൻഷന് എന്താണ് സംഭവിക്കുന്നത്? ഹീറ്റ് ചെയ്താൽ ഇവിടെ ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്താൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ലോവർ ചെയ്യുന്നു, അഥവാ സർഫസ് ടെൻഷൻ ലോവർ ചെയ്യുന്നു. സോ ഹീറ്റ് ചെയ്താൽ ലിക്വിഡ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് ലോവർ ചെയ്യുന്നു. അതുകൊണ്ട് സർഫസ് ടെൻഷൻ ലോവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഉദാഹരണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ തുണി കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അവിടെ വാട്ടർ ഹീറ്റ് ചെയ്താൽ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നു. അങ്ങനെ ആ തുണിയെ പൂർണ്ണമായി നനയ്ക്കാനും അഴുക്ക് നീക്കാനും ചൂടുവെള്ളത്തിന് സാധിക്കുന്നു.